ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 850 മീറ്റേഴ്സ് മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ റോഡ് ബസ് റൂട്ടിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ വെറും 150 മീറ്റേഴ്സ് മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. 4 സെന്റാണ് ലാൻഡ് വരുന്നത്. 4 സെന്റ് നമുക്ക് കുറച്ചും കൂടെ കൂടുതലുണ്ട്. 4 സെന്റ് ലാൻഡില് 1800 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. നല്ലൊരു ബഡ്ജറ്റിലാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗത്തേക്ക് 15ഉം എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്ക് മെട്രോ സ്റ്റേഷൻ അടുത്ത് നോക്കുവാണെങ്കിൽ ആലുവയാണ്. അവിടേക്കുള്ള ദൂരം വരുന്നത് 8.3 കിലോമീറ്റേഴ്സ് ആണ്. റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ആലുവ തന്നെയാണ്. 7.4 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ എലവേഷൻ ഓൾറെഡി നിങ്ങൾ കണ്ടു. എന്നാലും ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് പറയുകയാണ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇന്റർലോക്കിംഗ് ടൈലാണ് ഇവിടെ എല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് വില്ലയുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ വീടിന്റെ സൈഡിലും ബാക്കിലും ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. എലിവേഷൻ നമുക്ക് ഏകദേശം ഒരു എൽ ഷേപ്പ് പോലെയാണ് വീട് ഇരിക്കുന്നത്. ബിക്കോസ് ലാൻഡ് അങ്ങനെ വരുന്നത് കൊണ്ട് 2 വഴികൾ ഫേസ് ചെയ്തിട്ടാണ് വീട് വരുന്നത്. ഭംഗിയായിട്ട് ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെ ചെയ്തിട്ട് മുകൾ ഭാഗത്ത് ബാൽക്കണിയിലൊക്കെ നിങ്ങൾക്ക് കാണാം ലേസർ കട്ട് ഡിസൈനും ഒക്കെ ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് ആണ്. ചെറിയ പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ച് പ്രൊജക്ഷൻ കൊടുത്തിട്ട് ഗ്രേ പെയിന്റുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഷോ ലാമ്പ് വെച്ചിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കും കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസിലേക്കൊക്കെയാണ്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് ഇട്ടിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു പോർച്ച് ഉണ്ട്. അതിന്റെ അണ്ടറിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് 2 കാറുകൾ നേരെ പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് പോർച്ചിന്റെ അണ്ടറിൽ കിട്ടുന്നത്. ചെറിയ കാറുകളാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ടോട്ടൽ 3 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് പോളി കാർബൺ ഷീറ്റ് ഒക്കെയാണ് മുകളിൽ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെടികളൊക്കെ നടാനായിട്ട് ഈ ഒരു കോർണർ ഭാഗത്തൊക്കെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഫേസ് ചെയ്ത് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കടന്നു പോകുന്ന വഴികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ എൻഡിലായിട്ട് നമുക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നടന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കിണറിന്റെ ഇവിടെ നിന്നിട്ട് നിങ്ങൾ നേരെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെയും ബേബി മെറ്റലൊക്കെ വിരിച്ച് നല്ല സ്പേഷ്യസ് തന്നെയാണ്. വർക്ക് ഏരിയയുടെ ഡോർ ആണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത്. വീട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള ലെഫ്റ്റ് സൈഡ് നിങ്ങൾ കണ്ടു. നമുക്കിനി റൈറ്റ് സൈഡ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെയും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോറ് വരുന്നത്. ഈ ഒരു വീട് ഞാൻ പറഞ്ഞു പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 850 മീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ സ്കൂളുകൾ നോക്കുവാണെങ്കിൽ ഒരുപാട് നല്ല സ്കൂളുകൾ ഇവിടുത്തെ സറൗണ്ടിങ് ഏരിയാസിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചാരിറ്ററി സ്കൂൾ, ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് എത്താവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. തഗ്ദീസ് ഹോസ്പിറ്റൽ, സമരട്ടൻ ഹോസ്പിറ്റൽ, രാജഗിരി എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. അതുപോലെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ആരാധനാലയങ്ങളൊക്കെ ഏകദേശം 500 മീറ്റർ ചുറ്റളവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.
നമുക്കിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് നോക്കിയാൽ പില്ലർ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ സ്പോട്ട് ലൈറ്റും നിൽക്കുന്നതിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ LED സ്ട്രിപ്പുകളും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള സിറ്റ് ഔട്ട് ആണ് കിട്ടുന്നത്. ഗ്രേ കളറിൽ ഭംഗിയായിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ചെടി നടാനായിട്ട് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് വീടിന്റെ ഡോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ 2 പീസിലാണ് ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ വുഡുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമുക്കൊരു ഡോർ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്ത് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ലിവിംഗ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യാം. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യാം. ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു വീട്ടിലേക്ക് നമ്മൾ എപ്പോഴും എൻ്റർ ചെയ്യുന്നത് ഗസ്റ്റ് ലിവിംഗ് സ്പേസ് വഴിയാണ്. നമുക്ക് ലിവിംഗ് ഏരിയയിലേക്ക് തന്നെ ആദ്യം എൻ്റർ ചെയ്യാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലോർ തന്നെ ആദ്യം നോക്കാം. നല്ല ഭംഗിയായിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഡിസൈൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. നേരെ വരുമ്പോൾ കാണുന്ന ബോളിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് ഷെൽഫുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഗ്രീനിഷ് പെയിന്റ് കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ ആവശ്യത്തിന് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും LIസിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വിൻഡോസ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ മെയിൻ ഡോർ തുറന്നു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിയൊരു ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 13 അടി നീളവും 11 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ആ സമയത്ത് ഈ TV വെച്ചിരിക്കുന്ന യൂണിറ്റിന് തൊട്ട് ചേർന്ന് തന്നെ വലിയൊരു പാർട്ടീഷൻ വുഡൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് വെച്ചിട്ടുണ്ട്. താഴെയൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് ഷെൽഫുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കണമെങ്കിൽ ഈ ഒരു ഏരിയാസിലൊക്കെ നമുക്ക് അത് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ ചെറിയ ഓപ്പൺ ഷെൽഫുകളിൽ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. 9.5 അടി നീളവും 8 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഒരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഒരു ഡോർ തുറന്നാൽ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാം, ലിവിംഗിൽ നിന്നും ഇറങ്ങാം. 2 ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കാണുന്ന സ്ക്വയർ പീസിനകത്ത് നല്ല ഭംഗിയായിട്ട് കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നല്ല സേഫ് ആയിട്ട് SS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗ്രാനൈറ്റ് പീസും അതേ കളറും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ ഭംഗിയായിട്ടാണ് മൾട്ടിവുഡിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വലിയ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ടൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിൽ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെപ്പറേറ്റ് ഒരു ഏരിയ അതിന് വേണ്ടിയിട്ട് മൾട്ടിവുഡ് ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ ഭംഗിയുള്ള നല്ലൊരു മോഡലിലുള്ള ഒരു വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്നത് വൈറ്റ് കളർ പീസിലാണ്. താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള കളർഫുൾ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം LED സ്ട്രിപ്പുകൾ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ആണ് താഴെ കിട്ടുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. ആ ഭാഗത്ത് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് കിട്ടുന്നത്. മിഡിൽ പോർഷനിൽ കാണുന്ന ഈ ഒരു വോളിൽ ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് കളർ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ്. ആ ബ്ലാക്ക് കളറിൽ തന്നെ കുറച്ച് റെഡിഷ് ഡിസൈൻ ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണാനുള്ളത്. സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറുകൾ ഇങ്ങനെയാണ് വരുന്നത്. വുഡൻ ഡോർ ആണെങ്കിൽ രണ്ട് ചെറിയ പീസ് വന്നിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത്. ഒരു 3 പേർക്കോ അല്ലെങ്കിൽ 4 പേർക്കോ ഒക്കെ നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് ആ ഒരു പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബീജ് ഷെയ്ഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ഒരു ലെയറിലും താഴെ ഒരു ലെയറിലും ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വിൻഡോസ് നോക്കിയാൽ ഇവിടെ 3 വിൻഡോസും ആ സൈഡിൽ ബാക്കിയുള്ള 3 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും നമുക്ക് ഡോറുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുത്തു വെക്കാനായിട്ട് ഈ ഒരു ഏരിയ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയായിട്ട് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഏകദേശം ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ്. മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുമാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാഫ് പോർഷനുകളുള്ള വോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിൽ നല്ല ഗോൾഡൻ ഡിസൈൻ ഒക്കെ വരുന്ന ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ നിറയെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. അപ്പർ ലിവിംഗ് സ്പേസ് ആക്ച്വലി നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്യാമറ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. അവിടെ സ്പേസ് ഉണ്ട്, ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു എൻഡ് വരെ നമുക്ക് നല്ലൊരു വലിയ ഹാള് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഹാളിനെ ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത്, അതായത് മിഡിൽ പോർഷനിലായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നമുക്ക് എവിടെയാണ് TV വെക്കാൻ പറ്റുന്നത്. താഴെ കണ്ട അതേ മോഡൽ തന്നെ ഭംഗിയായിട്ടാണ് വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ചെയ്തിട്ട് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഡോറുകൾ ചെയ്തിരിക്കുന്നത്. താഴെയും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഹാള് നിങ്ങൾ സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെ നോക്കിക്കോളൂ. റൂഫ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുകളാണ്, സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്യാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് എയർ ഹോൾസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ ഞാൻ നിൽക്കുമ്പോൾ ഇവിടെയായിട്ടാണ് 2 വിൻഡോസ് കിട്ടുന്നത്. അത് കൂടാതെ നമുക്ക് ഇവിടെ വേറെ അറേഞ്ച്മെന്റ് കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതുപോലൊരു ഷെൽഫ് ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനും കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഗ്രാനൈറ്റ് പീസിൽ തന്നെയാണ് ഈ ഒരു സ്ലാബ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകാം. ഫസ്റ്റ് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പൈപ്പ് കണക്ഷനും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെയാണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മുകളിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പർ ബർത്ത് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഗ്രില്ലൊക്കെ ഇട്ട് വളരെ സേഫ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ ഇവിടെ ആയിട്ടാണ് നമ്മൾ കണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്ന വോളിൽ ടെക്സ്റ്റൈൽ വർക്കാണ്. അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ഭംഗിയായ കളർ കോമ്പിനേഷനിലാണ് പെയിന്റിങ്സ് കൊടുത്തിരിക്കുന്നത്. ചെറിയ LED ബൾബുകളും വലിയ ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ടൈലുകളുടെ കോമ്പിനേഷൻസ് നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് ബ്ലൂ കളറിൽ വളരെ ഭംഗിയായ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. സിംപോളോയിലും സെറയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഈ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം സൈസ് തന്നെയാണ്. 13 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വാർഡ്രോബ് കാണാം. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിൽ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് തൊട്ടടുത്തായിട്ട് നമുക്കൊരു സിംഗിൾ വിൻഡോ കാണാം. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ എഗൈൻ ഒരു സിംഗിൾ വിൻഡോയും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലും നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് പെയിന്റിങ്സ് കൊടുത്തിരിക്കുന്നത്. അവിടെയും LED ലൈറ്റുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ട 3 ബാത്റൂമുകളും അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞ് നേരെ വരുന്നത് ഹാളിന്റെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയും നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം ഒക്കെ വെക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. അതിന് നേരെ മുകളിൽ നോക്കിയാൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടും ബാക്കിയുള്ള 3 വിൻഡോസും കിട്ടുന്നുണ്ട്. റൂഫിൽ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തില്ല. നിറയെ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. അത് തുറക്കുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇവിടുത്തെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ലേസർ കട്ട് ഡിസൈൻ ആണ് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് പില്ലർ വരുന്നുണ്ട്. അതാണെങ്കിലും താഴെ നല്ല കണ്ടിന്യൂഷൻ ആണ്, ടെക്സ്ചർ വർക്ക് തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൂടി കുറച്ചൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല അത്യാവശ്യം ലെങ്തി ആയിട്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ നില റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങളെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിയിലാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 850 മീറ്റർ 850 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. മെയിൻ റോഡിൽ നിന്നും ബസ്റൂട്ടിൽ നിന്നൊക്കെ 150 150 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റാണ് ലാൻഡ് വരുന്നത്. 4 സെന്റിൽ കുറച്ചും കൂടെ കൂടുതൽ വരുന്നുണ്ട്. 4 സെന്റ് ലാൻഡില് വർക്ക് ഏരിയ ഉൾപ്പെടെ 1800 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 സെന്റ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നമുക്ക് വലിയ 2 കാറുകളും ചെറിയ കാറുകളാണെങ്കിൽ 3 എണ്ണം വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. സ്കൂളുകളും ആരാധനാലയങ്ങളും ഹോസ്പിറ്റലുകളും എല്ലാം തന്നെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാണിത്. ഓണർ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 68 ലക്ഷം രൂപയാണ്. 68 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് മാക്സിമം ലോൺ ഞങ്ങൾ തീർച്ചയായിട്ടും എടുത്തു തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.